ഹലോ ഗായ്സ്, ഞാൻ ഈ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ? രാത്രി 2 മണിക്ക് നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു അമ്മയുടെ കടയുണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ എന്നെ കൊണ്ടുപോവാണ്. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുന്നാട് വില്ലേജ് ജംഗ്ഷനുള്ള വസന്തകുമാരി അമ്മയുടെ മണീസ് ഹോട്ടലിന് മുന്നിലാണ്. ആ കാണുന്ന ക്യാമറയ്ക്ക് എതിർവശമാണ് ഈ കട വരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. രാത്രി 2 മണിക്ക് ഇത്രയും തിരക്കുണ്ടാവണമെങ്കിൽ അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ആൾക്കാർ തോനെ ഉണ്ടായിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ അമ്മ ഒന്ന് പറഞ്ഞ്, ആളൊക്കെ കുറവുണ്ട്, വാ കയറുക മക്കളെന്ന്. അങ്ങനെ ഞാൻ അകത്തോട്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യം തന്നെ ഞാൻ അടുക്കളയിലോട്ട് പോയി വിറകടുപ്പിൽ ഇങ്ങനെ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയായിരുന്നു. പൊറോട്ട ഇങ്ങനെ മുരുമരാന്ന് മുരിഞ്ഞോണ്ടിരുന്നു. അവിടുത്തെ നിസാമൊക്കെ ആണെങ്കിൽ പാട്ടൊക്കെ പാടി തമാശയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് പൊറോട്ട അടിക്കുന്ന തിരക്കിലായിരുന്നു. അവിടുത്തെ അമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് കുറെ വർത്താനമൊക്കെ പറഞ്ഞു. ഞാനും ചേട്ടനും 2 സെറ്റ് പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഇവിടെ കറിയൊക്കെ തരുന്നത്. നല്ല മുരുമുരാന്ന് മുരിഞ്ഞ ബീഫ് ഫ്രൈയിലോട്ട് കുറച്ച് സവാളയൊക്കെ തൂവി അമ്മ നമുക്ക് കൊണ്ടു തന്നു. ഞാനാണെങ്കിൽ കൈ കഴുകി വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. പണ്ട് ലോറിക്കാർക്കും കച്ചവടക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു ഈ കട പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ദൂരെ നിന്ന് പോലും ആൾക്കാർ ആഹാരം കഴിക്കാൻ എത്താറുണ്ട്. ഈ അമ്മേനെ കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ. രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എനിക്ക് വേഗം ആഹാരമൊക്കെ കൊണ്ടു തന്നു. ഞാനാണെങ്കിൽ ഒരു പൊറോട്ട അങ്ങോട്ട് കീറിയെടുത്ത് ആ ചാറി മുക്കി ഒന്ന് കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മസാലക്കൊക്കെ വേറൊരു രുചിയായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ആ പൊറോട്ടയും ഗ്രേവിയും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു പിടി പിടിച്ചു. നമ്മുടെ ടൊവിനോ പറയുന്ന കണക്ക് കുറച്ച് മുരുമരാന്ന് മുരിഞ്ഞ പൊറോട്ട അങ്ങോട്ട് കീറിയെടുത്ത് ബീഫ് ഫ്രൈ അങ്ങോട്ട് വെച്ച് ചുരുട്ടി കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. സത്യത്തിൽ നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയല്ലേ പൊറോട്ടയും ബീഫും. ഇതെല്ലാം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ പപ്പടമായിട്ട് വന്നിട്ട് പറഞ്ഞു ഇതും കൂടെ ചേർത്ത് കഴിക്കാൻ. അങ്ങനെ പപ്പടവും കൂടെ കൂട്ടിക്കൊഴിച്ചൊരു പിടി പിടിച്ചു. ഇവിടുത്തെ ബീഫ് കറിയാണ് ഫേമസ്. ധാരാളം കാഷ്യൂനട്ടൊക്കെ ചേരുന്നതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. ദൂരെ നിന്ന് പോലും ആൾക്കാർ ഈ കറി വാങ്ങാൻ ഇവിടെ വരാറുണ്ട്. ഒരിക്കലും ലാഭം പ്രതീക്ഷിച്ചല്ലേ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രുചിയുള്ള ഭക്ഷണം വിളമ്പുക എന്നതാണ് പ്രധാനം. എനിക്കാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങി അപ്പോഴേക്കും ചായ വേണം. ഞാൻ ഒരു ചായ ലവറാണ്. എന്നെ പോലെ ചായ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞാനും ചേട്ടനും 2 ചായയൊക്കെ ഓർഡർ ചെയ്തു. അമ്മയാണെങ്കിൽ ചായ വീശിയടിക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ടാണ്. നമ്മളങ്ങാണ് അങ്ങനെ അടിച്ച് അതെല്ലാം താഴെ പോകും കേട്ടോ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അങ്ങനെ ചുടുചുടാ ചായയൊക്കെ ഇങ്ങോട്ട് ഊതി ഊതി കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. ചേട്ടനെ കല്യാണം കഴിച്ച ശേഷം ഇങ്ങനെ പാരാത്രിക്കൊക്കെ വെളിയിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു ശീലമായി തീർന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കുറെ ഫുഡൊക്കെ ട്രൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. രാത്രി 2 മുതൽ ഏകദേശം ഒരു രാവിലെ 11 മണി വരെയാണ് ഈ കട ഓപ്പൺ ആയിട്ടുള്ളത്. ആരെങ്കിലും ഒക്കെ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിലോട്ട് പോയി ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ ചോദിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ പണം ഇട്ട് സൂക്ഷിക്കുന്ന പെട്ടിയാണ്. പണ്ട് അമ്മയുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അമ്മ ഈ പെട്ടിയിലാണ് പണം സൂക്ഷിച്ചു വെക്കുന്നത്. ഇനിയും വരണേ മക്കളെ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. നിസാമൊക്കെയാണെങ്കിൽ കുറെ പാട്ടൊക്കെ പാടി തമാശയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അമ്മയടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ. ഓക്കെ, ബൈ.